ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. പോസ്റ്റ് ഓഫീസുകൾ ഇനി മുതൽ BSNL സേവന കേന്ദ്രങ്ങളായി പ്രവർത്തിക്കും. ഇത് സംബന്ധിച്ച സഹകരണ കരാർ ഒപ്പിട്ടു. രാജ്യത്തെ രണ്ട് പ്രമുഖ സ്ഥാപനങ്ങളായ ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡും പോസ്റ്റൽ വകുപ്പും സുപ്രധാന സഹകരണ കരാറിലാണ് ഒപ്പിട്ടത്. ഇന്ത്യയിലുടനീളം BSNLന്റെ മൊബൈൽ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ സഹകരിക്കാനാണ് ഇരു സ്ഥാപനങ്ങളും തമ്മിൽ ധാരണ. ഇത് സംബന്ധിച്ച കരാർ ഒപ്പുവെച്ചതായി കമ്മ്യൂണിക്കേഷൻസ് മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. രാജ്യത്തുടനീളം BSNL സിം കാർഡുകളും മൊബൈൽ റീചാർജ് സേവനവും വിൽക്കുന്നതിനായും മറ്റും പോസ്റ്റൽ വകുപ്പിന്റെ 1.65 ലക്ഷത്തിലധികം പോസ്റ്റ് ഓഫീസുകളുടെ തപാൽ ശൃംഖല പ്രയോജനപ്പെടുത്താനാണ് ധാരണ. BSNL പോസ്റ്റൽ വകുപ്പ് സഹകരണത്തിലൂടെ BSNLന്റെ മൊബൈൽ സിം വിൽപ്പന, മൊബൈൽ റീചാർജ് എന്നിവയ്ക്കായി പോസ്റ്റ് ഓഫീസുകൾ പേയ്മെന്റ് ഓഫ് സെയിലായി പ്രവർത്തിക്കും. ഒരു വർഷത്തേക്കാണ് സഹകരണ കരാർ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നീട് ആവശ്യമെങ്കിൽ ഇത് പുതുക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയിൽ പുതിയ ഫുഡ് ഡെലിവറി ആപ്പ് ടോയിങ് പുറത്തിറക്കി സ്വിഗ്ഗി. പൂനെയിലാണ് ആപ്പ് ആദ്യമെത്തിയത്. വിലക്കുറവാണ് ടോയിങ്ങിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിലവിൽ മഹാരാഷ്ട്രയിലെ പൂനെയിലെ തിരഞ്ഞെടുത്ത പ്രദേശങ്ങളിൽ മാത്രമേ ഈ ആപ്പിന്റെ സേവനം ലഭ്യമാകൂ. കുറഞ്ഞ ബജറ്റിൽ നല്ലതും വിശ്വസനീയമായ ഭക്ഷണം ഓർഡർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കാണ് ഈ ആപ്പെന്ന് കമ്പനി അവകാശപ്പെടുന്നു. 100 മുതൽ 150 വരെ വിലയിൽ താങ്ങാനാവുന്ന ഭക്ഷണ ഓപ്ഷനുകൾ ടോയിങ് ആപ്പ് വാഗ്ദാനം ചെയ്യുന്നു. വിദ്യാർത്ഥികൾക്കും യുവ പ്രൊഫഷണലുകൾക്കും വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ് ഈ ആപ്പ്. ഇതിനു പുറമെ 99 രൂപയിൽ താഴെ ഫ്ലാഷ് ഡീലുകളും ലഭ്യമാകും. ഇൻസ്റ്റാമാർട്ട്, സ്നാക്ക്, ഡെൻഔട്ട്, ക്രൂപ്പിംഗ് എന്നിവയുമായി ചേർന്ന് സ്വിഗ്ഗിയുടെ 7ാമത്തെ സ്വതന്ത്ര ആപ്പാണ് ടോയിങ്. ഭക്ഷ്യവിതരണ മേഖലയിലെ മത്സരം രൂക്ഷമാവുന്ന സമയത്താണ് ഈ മാറ്റം. റാപ്പിഡോ അടുത്തിടെ ആരംഭിച്ച ഓൺലി ആപ്പുമായി ടോയിങ് നേരിട്ട് മത്സരിക്കുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കഴിഞ്ഞ മാസത്തെ കാർ വിൽപ്പനയിൽ 7.5% ഇടിവ്. GST കുറയ്ക്കുമെന്ന പ്രതീക്ഷയും ഉത്സവ സീസണും കാരണം ഉപഭോക്താക്കൾ വാഹനം വാങ്ങുന്നത് മാറ്റിവെച്ചതാണ് ഇതിന് പ്രധാന കാരണം. ഏതാനും ദിവസങ്ങൾ കാത്തിരുന്നാൽ വില കുറഞ്ഞ കാർ ലഭിക്കുമെന്ന് ഉപഭോക്താക്കൾ കരുതുന്നു. മാരുതി സുസുക്കി, ഹുണ്ടായി, ടാറ്റ, മഹീന്ദ്ര, കിയ, ഹോണ്ട, ഫോക്സ്വാഗൺ, നിസാൻ, സിട്രോൺ, ജീപ്പ് എന്നിവയുടെയെല്ലാം വിൽപ്പനയിൽ ഗണ്യമായ ഇടിവ് നേരിട്ടു. അതേസമയം റെനോ വിൽപ്പനയിൽ മാറ്റമില്ല. ടൊയോറ്റയ്ക്ക് നേരിയ വർധനവുണ്ടായി. സ്കോഡയും MG മോട്ടോറും ഓഗസ്റ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഹുണ്ടായുടെയും ടൊയോട്ടയുടെയും വിൽപ്പന ഏകദേശം മാറ്റമില്ലാതെ തുടർന്നു. ടാറ്റയും റെനോയും മുൻമാസത്തേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. മറ്റെല്ലാ കമ്പനികളുടെയും വിൽപ്പന കുറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.